നേരിടുന്ന ഏറ്റവും വലിയ പാരിസ്ഥിതിക പ്രശ്നമായി മാറുകയാണ് എംസാൻഡ് യൂണിറ്റുകൾ. ഇത്തരത്തിലുള്ള നിരവധി എംസാൻഡ് യൂണിറ്റുകളാണ് കോഴിക്കോട് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. പുഴയോരങ്ങളിലേക്കും തോടുകളിലേക്കുമാണ് പാറപ്പൊടിയുടെ അവശിഷ്ടങ്ങൾ ഇവർ ഒഴുക്കിവിടുന്നത്. കോഴിക്കോട് ജില്ലയിലെ കാരശ്ശേരി പഞ്ചായത്തിനൊരു പ്രത്യേകതയുണ്ട്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ ക്വാറികളും ക്രഷറും പ്രവർത്തിക്കുന്നത് ഈ പഞ്ചായത്തിലാണ്. 1 കിലോമീറ്റർ ചുറ്റളവിൽ 16 ക്വാറികൾ. അതുതന്നെയാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിനും കാരണം. ഈ കാണുന്നത് മഴവെള്ളത്തിൽ നശിച്ച കൃഷിയുടെ ചിത്രമല്ല, മഴയ്ക്കൊപ്പം എംസാൻഡ് യൂണിറ്റുകളിൽ നിന്നുള്ള പാറപ്പൊടിയുടെ അവശിഷ്ടങ്ങൾ ഒഴുകിയെത്തിയപ്പോഴുള്ള കാഴ്ചയാണ്. വെള്ളം ഒഴുകിപ്പോകാതെ കെട്ടിക്കിടക്കുന്നു. ഈ വെള്ളത്തിനടിയിൽ ഒഴുകിയെത്തിയ എംസാൻഡ് കർഷകർക്ക് കയ്യിൽ കോരിയെടുക്കാം. കൃഷിയിടത്തിൽ നിന്ന് വാരി എംസാൻഡ് എടുത്ത് കർഷകർ മാറ്റിവെച്ചതും കാണാം. കാരശ്ശേരി പഞ്ചായത്തിലെ ആനയാംകുന്ന് പ്രദേശത്തെ 50 ഏക്കറിലധികം കൃഷിഭൂമിയാണ് പാറപ്പൊടി മൂലം നശിച്ചത്. ഈ പ്രദേശത്തുകൂടെ ഒഴുകുന്ന പാറത്തോടിന്റെയും മാന്ത്രത്തോടിന്റെയും ഉത്ഭവസ്ഥാനത്താണ് ക്വാറികളും ക്രഷറുകളും. എംസാൻഡ് യൂണിറ്റുകളാകട്ടെ പാറപ്പൊടിയുടെ അവശിഷ്ടങ്ങൾ ഒഴുക്കിവിടുന്നത് ഈ തോടുകളിലേക്കും. പലയിടങ്ങളിലും 1.5 അടിയോളം കനത്തിൽ ഭൂമിക്ക് മുകളിൽ എംസാൻഡ് അടിഞ്ഞുകൂടി കിടക്കുന്നു. വാഴ, ചേന, ചേമ്പ് തുടങ്ങിയ കാർഷിക വിളകളെല്ലാം നശിച്ചു. ഏകദേശം 1 ഏക്കറോളം സ്ഥലം ഈ അവസ്ഥയിലായിട്ടുണ്ട്. അപ്പോൾ വാഴ, പിന്നെ ഇടവിള കൃഷികളായ ചേമ്പ്, ചേന, അതുപോലെയുള്ള കൃഷികളാണ് നശിച്ചിട്ടുള്ളത്. എംസാൻഡ് ഇവിടെ കിടന്ന് ഉറച്ചുപോയാൽ സിമന്റ് പോലെ ഇരിക്കും. പിന്നീട് വെള്ളം താഴേക്ക് ഇറങ്ങില്ല. അതോടെ ഈ കാണുന്ന കവുങ്ങുകളും നശിക്കും. 1.5 അടി താഴോട്ട് ഞങ്ങൾ ഇതെടുത്ത് നോക്കി. ഈ സാധനം തന്നെയാണുള്ളത്. ഈ പൊടി തന്നെയാണ്, ഈ പാറിന്റെ പൊടി തന്നെയാണ് ഇതൊന്നും അടിഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഈ തോട്ടിൽ ഇത് അടിഞ്ഞിട്ട് വെള്ളം നേരെ വയലിലേക്ക് കയറുകയാണ് ഫുള്ളായിട്ട്. ഇവിടുന്ന് മുകളിൽ മുതൽ താഴെ വരെ ഇതിന്റെ പ്രശ്നം തന്നെയുള്ളത്. ഞങ്ങളെല്ലാ വാഴയും കവുങ്ങും എല്ലാം കിടക്കുന്നതാണിത്. 1.5 അടി താഴ്ചയിൽ കുഴിച്ചിട്ടും ഇവിടെ മണ്ണ് കണ്ടെത്താനായിട്ടില്ല. ആ കനത്തിൽ എംസാൻഡ് നിറഞ്ഞു കിടക്കുന്നു. ഇനി ഈ ഭൂമി കാർഷിക യോഗ്യമാക്കണമെങ്കിൽ ഏറെ പണിപ്പെടേണ്ടി വരും. ഏറെ ബുദ്ധിമുട്ടിയാലും ഇനി കൃഷി ഇവിടെ സാധ്യമാകുമോ എന്നതും കണ്ടറിയേണ്ടി വരും. ഇതിനു പുറമെ ജലസ്രോതസ്സുകളും മലിനമാക്കപ്പെട്ടു. ഒന്ന് കാലു കഴുകാൻ പോലും ഈ തോടിലെ വെള്ളം ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ക്വാറികളും ക്രഷറുകളും വരുന്നതിനു മുമ്പത്തെ ഈ പ്രദേശത്തിന്റെ അവസ്ഥ ഈ കർഷകൻ പറഞ്ഞു തരും. അത് നല്ല അന്തരീക്ഷമായിരുന്നു. അത് അക്കാലത്തൊന്നും പ്രശ്നമൊന്നും ഉണ്ടായില്ല. അത് വെള്ളമൊക്കെ നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു. തോട്ടിലൊക്കെ നല്ല വെള്ളമായിരുന്നു. കുടിക്കാനൊക്കെ നല്ല സുഖമാണ്. കുറഞ്ഞ കാലമായിട്ടിപ്പം ഇങ്ങനെ ആയി വരികയാണ്. തോട്ടിൽ കൂടി ഇങ്ങനെ ഒഴുകി വരുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ കാരശ്ശേരി പഞ്ചായത്തിലെ മൈസൂർ മല, പാറത്തോട് പ്രദേശത്തെ ക്വാറികൾക്കെതിരെ നേരത്തെ തന്നെ സമരവുമായി ജനങ്ങൾ രംഗത്തുണ്ട്. ജനജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിൽ തഴച്ചു വളരുകയാണ് ക്വാറികളും ക്രഷറുകളും. അനുബന്ധമായി ഏറ്റവും ഒടുവിൽ എംസാൻഡ് യൂണിറ്റുകളും. ആനാകുന്ന് വാർഡിലെ കുറ്റിപ്പറമ്പ് പ്രദേശത്ത് പോലും ഇതിന്റെ പരിസ്ഥിതി പ്രശ്നത്തിന്റെ പ്രത്യാഘാതം അവിടുത്തെ ജനങ്ങളെ ബാധിച്ചു തുടങ്ങി എന്നുള്ളത് മറക്കാതിരിക്കാനും പറയാതിരിക്കാനും നിർവാഹമില്ല. പ്രത്യേകിച്ച് ഈ കോറി മാഫിയകളുടെ ഈ വരവോട് കൂടിയാണ് ഈ പ്രദേശത്തെ കാർഷിക ഭൂപ്രദേശം അപ്പാടെ നശിപ്പിക്കുകയും ഇവിടെയുള്ള ഈ പാറത്തോട് പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആദിവാസികൾ അടക്കമുള്ള ഒരു വലിയ വിഭാഗം കുടിയേറ്റക്കാരും ആദിവാസി വിഭാഗങ്ങളും താമസിക്കുന്നതും കൃഷി ചെയ്ത് ജീവിക്കുന്നതുമായി പ്രദേശത്ത് ഇവർ തുടങ്ങിയതിനു ശേഷം ഇവരുടെ ഒരുപാട് പേരുടെ വീടുകൾ വിണ്ടുകീറുക, കൃഷിഭൂമി നശിക്കുക. 1 കോടി രൂപ ചെലവിൽ പഞ്ചായത്തിൽ പാറത്തോട് മാന്ത്രത്തോട് നീർത്തട സംരക്ഷണ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. നബാർഡിന്റെ സഹായത്തോടെയാണ് പദ്ധതി പ്രവർത്തനം. ഈ പദ്ധതി നടപ്പാക്കുന്ന തോടുകളാണ് ഇങ്ങനെ മലിനമാക്കപ്പെടുന്നത്. സംഭവം നടന്ന് ദിവസങ്ങൾ പിന്നിട്ടിട്ടും പഞ്ചായത്ത് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരുങ്ങുന്നതേയുള്ളൂ. എംസാൻഡ് യൂണിറ്റുകൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോഴും ഇവിടെ വേറെയും എംസാൻഡ് യൂണിറ്റുകൾ പ്രവർത്തനത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പാറപ്പൊടി വെള്ളമടിച്ച് വേർതിരിച്ചാണ് എംസാൻഡ് ഉണ്ടാക്കുന്നത്. ഒഴുകിപ്പോകുന്ന എംസാൻഡ് അവശിഷ്ടങ്ങൾക്കൊപ്പം സിലിക്കേറ്റുകളും അലുമിനിയം ഓക്സൈഡും ഫെറക്സ് ഓക്സൈഡും ജലസ്രോതസ്സുകളിൽ കലരുന്നു. ഈ വെള്ളം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ നൽകുന്ന മുന്നറിയിപ്പ്.
ഒരു പ്രദേശത്തിന്റെ മാത്രം വിഷയമല്ല ഇത്. ഇത്തരത്തിൽ കൂണുകൾ പോലെ മുളച്ചുപൊന്തുന്ന യംസാൻഡ് യൂണിറ്റുകൾ നമ്മുടെ ജലസ്രോതസ്സുകൾ നശിപ്പിക്കും, കാർഷിക വൃത്തി ഇല്ലാതാക്കും. നടപടികൾ അനിവാര്യമാണ്.